ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന കേസിലൊക്കെ ഞാനടക്കം കരുതിയിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുവാണ്. അത് മുൻ മന്ത്രി, അദ്ദേഹത്തെ കൂടെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നൊക്കെയായിരുന്നു ഒരു ചിന്ത. കാരണം അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയുന്നത്. ആ അന്വേഷണം അങ്ങനെ ദ്രുതഗതിയിൽ നടക്കുമ്പോൾ നമ്മൾ ആരായിരുന്നാലും ചിന്തിച്ചു പോകും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യുന്നു, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നു, സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ദ്രുതഗതിയിൽ അറസ്റ്റുകൾ നടക്കുന്നു. ഈ അറസ്റ്റുകളിലേക്ക് എത്തപ്പെടുമ്പോൾ അതിന് മുന്നിലാരാണ് എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ ചിന്തയിൽ ഉള്ളത് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് എല്ലാവരും വാർത്തകൾ അടിക്കുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ ആഴ്ചയ്ക്ക് ശേഷം അന്വേഷണത്തിൽ ഒരു മന്ദത കാണുന്നുണ്ട്. മാത്രമല്ല, പല മാധ്യമങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുമില്ല. പകരം അവരെല്ലാവരും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ വിഷയമാണ്. ആ വിഷയം വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ അവിടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് ഭരണപക്ഷം എന്താണോ ചിന്തിച്ചിരുന്നത് ആ വഴിക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ ക്രിക്കറ്റ് കളി 2020 ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ ഓരോ വിക്കറ്റിനും വലിയ വിലയുണ്ട്. ആദ്യത്തെ വിക്കറ്റ് ചിലപ്പോൾ വേഗം അങ്ങ് വീഴും. അങ്ങനെ ഒരു 6 വിക്കറ്റുകൾ വരെ ആ കേസിൽ വീണു. 7ാമത്തെ വിക്കറ്റ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണെന്ന് എല്ലാവരും ഐകകണ്ഠേന അങ്ങ് അത് അതിന് വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ അങ്ങ് ജനം അങ്ങനെ അങ്ങ് ധരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിച്ചു, ഏത് രീതിയിലായാലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അതിൻ്റെ ഒരു ഉച്ചസ്ഥായിയിൽ ആ ഒരു പ്രചരണം നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ടേണിംഗ് പോയിന്റ്, ട്വിസ്റ്റ് പോലെ ഈ പെൺകുട്ടിയുടെ മൊഴിയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ മാറുന്നത്. അത് മാറിയപ്പോഴും നമ്മൾ വിചാരിച്ചു വീണ്ടും തിരിച്ച് മറ്റേതിലേക്ക് പോകുമെന്ന്. പക്ഷേ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എവിടെയോ ചില തിരക്കഥകളും അന്തർധാരകളും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഇല്ലേ എന്ന് ആളുകൾക്ക് ഒരു സംശയം വരുന്നുണ്ട്. അവിടെ ഒരു സംശയം വരുന്നത് ഈ പറയുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വെക്കുന്നതും മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഈ പൊതുസമൂഹം, നമുക്കും ജനത്തിനോട് നിൽക്കാനാണല്ലോ താല്പര്യം. പൊതുസമൂഹം ചിന്തിച്ച എന്തായിരുന്നു, ഇവിടെ എന്തായിരുന്നാലും അറസ്റ്റുകൾ നടക്കും, ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകില്ല, ആ രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെ ഇത് മുന്നോട്ട് പോകും, അന്വേഷണം കൃത്യമായിട്ടും ആരിലേക്കാണ് എത്തേണ്ടത് അവിടെ എത്തുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണത്തിൽ ഒരു മന്ദത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കാലമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എത്തി. ഇപ്പോൾ അന്വേഷണവും ഇവിടെ മന്ദഗതിയിലാകുമ്പോൾ സംശയം ഉണ്ടാകുന്നുണ്ട് ജനത്തിന്. തീർച്ചയായിട്ടും അവിടെ ഈ ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ കിട്ടി. ആദ്യം 2 ദിവസമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് വീണ്ടും ആ കസ്റ്റഡി നീട്ടിയും കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കി തന്ത്രിമാരുമായിട്ടൊക്കെയുള്ള ചർച്ചകളും അവരുടെ മൊഴിയെടുപ്പുകളും ഒക്കെ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും തന്ത്രിമാരുടെ ഭാഗത്ത് നിന്നും ഒക്കെ കിട്ടുന്ന മറുപടി നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് വന്നതും. ദേവസ്വം ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും കിട്ടുന്ന തീരുമാനങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ്. പിന്നെ അവർക്ക് സ്വന്തം നിലയിൽ കൊടുക്കാൻ പറ്റിയത് ആകെയുള്ളത് ദേവപ്രശ്നമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കിയുള്ളത് മാത്രമേ അവരുടെ സ്വന്തം നിലയിലുള്ള ഇതുള്ളൂ. അപ്പൊ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് സർക്കാരിലേക്കും ദേവസ്വം ബോർഡിനും മുകളിലേക്കാണ്. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒപ്പം ശ്രീ പത്മകുമാറിന്റെ ഒരു വാചകം ദൈവതുല്യർ എന്ന് പറഞ്ഞതിനെ, എന്തായാലും ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ഇപ്പം തന്ത്രിമാരെയൊക്കെ ദൈവത്തിനെ പൂജിക്കുന്നവരെന്ന നിലയിൽ ദൈവത്തിന് തുല്യരെന്ന് പറയാമെങ്കിലും അധികാരം കൊണ്ട് അവർക്ക് ഒരു ലാസ്റ്റ് ഗ്രേഡുകാരൻ്റെ അധികാരം പോലും ചിലപ്പം കാണുന്നത്. അവരുടെ ആ ഹൈറാർക്കിയിൽ ഈ ഫയൽ എഴുതുന്നതിനകത്തും അനുവാദം നൽകുന്നതിലും തന്ത്രിക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം പിന്നെ ആ ദൈവം സ്വാഭാവികമായും രാഷ്ട്രീയ ദൈവം തന്നെയാണ്, സർക്കാരിലെ ദൈവം തന്നെയാണ്. അങ്ങനെ നമ്മൾ വിധി എഴുതിയതാണ്. ഇതിപ്പോ ഏതുപോലെ എന്ന് ചോദിച്ചാൽ വിക്കറ്റ് പോയിട്ട് റിവ്യൂവിൽ ക്യാൻസൽ ചെയ്തത് പോലെയാണ് മന്ത്രിയുടെ അറസ്റ്റ് ക്യാൻസൽ ആയി പോയതെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. എല്ലാവരും ഔട്ടെന്ന് വിധി എഴുതിയതല്ലേ. ഇപ്പൊ എന്താ അറസ്റ്റ് ചെയ്തു, അകത്തായി, ചെസ്റ്റ് നമ്പർ ഇനി ഏതാണ് എന്ന് വരെ ആളുകൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഈ ടെസ്റ്റ്. അപ്പോ അതിനകത്ത് കുറെയൊക്കെ നമ്മൾക്ക് ഈ
ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണെന്നൊക്കെ പറഞ്ഞാലും അവിടെയും അവർക്ക് സമയമുണ്ട്. ഈ 2 ആഴ്ച കൂടുമ്പോഴാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതിനിടയിൽ അവർക്ക് അന്വേഷിക്കാനുള്ള ഒരു സാവകാശം കൊടുത്തിട്ടുണ്ട്. ആ സാവകാശത്തിൽ സ്വാഭാവികമായും ഏറ്റക്കുറച്ചിൽ വരും. വേണമെങ്കിൽ ഒറ്റ ദിവസത്തെ ചില ചോദ്യം ചെയ്യലിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി ഒരു അറസ്റ്റ് നടത്താം. വേണമെങ്കിൽ ബാക്കി എല്ലാവരെയും കൂടെ 2-3 റൗണ്ട് ചോദ്യം ചെയ്തിട്ട് ആദ്യം പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നമ്മൾക്ക് ചെയ്യും. അതൊക്കെ അവരുടെ ഡിസ്ക്രിറ്ററി പവേഴ്സിൽ വരുന്നതാണ്. അവർക്ക് അവരുടെ സ്വമേധയാ തീരുമാനമെടുക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ ആളുകൾക്ക് ഇതെന്താ ഇവിടെ വന്നപ്പോൾ പെട്ടെന്നൊരു ഈ ബോട്ടിൽ നെക്ക് പോലെ ഫാസ്റ്റ് ആയിട്ട് വന്ന് ചില വണ്ടികൾ ചില ട്രാഫിക് ബ്ലോക്കിൽ കയറിയാൽ ഇഴയുന്നത് പോലെ ഒരു അവസ്ഥ വന്നില്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ കുറെയൊക്കെ വസ്തുതയുമുണ്ട് എന്നുള്ളതാണ് ശരിയായ ഒരു നിഗമനം. കൃത്യമായിട്ടും ഭരണപക്ഷം എന്ത് തീരുമാനിച്ചു? സ്വർണ്ണപ്പാളി വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വല്ലാതെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. അവിടെ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കറിയാമല്ലോ. പത്മകുമാർ എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പത്തനംതിട്ട. അതിനു മുമ്പ് വാസു എന്ന് പറയപ്പെടുന്നത് ഈ CPM-ഉമായിട്ട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന CPM-ന്റെ സഹയാത്രികനാണ് വാസു. പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ, അദ്ദേഹത്തിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് 10 വർഷം ഈ ജോലിക്കൊക്കെ വരുന്നതിന് മുമ്പ്. അങ്ങനെ CPM-ന്റെ എല്ലാ അർത്ഥത്തിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കപ്പെടുന്ന വ്യക്തികൾ ഈ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുന്നു. സ്വർണ്ണപ്പാളി മോഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഇനി അടുത്തത് മുൻമന്ത്രി കൂടി അകത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ CPM-ന് വലിയ ബാധ്യതയാവും. മാത്രമല്ല CPM വലിയ പ്രതിരോധത്തിലാവും. അത് ഉറപ്പായിരുന്നു. അപ്പൊ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൊണ്ടുവന്നതും വീണ്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ആ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും വരും. അപ്പോൾ ഇതിപ്പോ നമുക്കറിയാമല്ലോ, ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഭരണപക്ഷം ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ ആഗ്രഹിച്ചിരുന്ന ആ തലത്തിലേക്ക് ഇപ്പോൾ ഈ സമൂഹത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു, വാർത്തകളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ശബരിമല എന്നുള്ള ഒരു കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി മാധ്യമങ്ങൾ അവരുടെ മൊത്തം പ്രക്ഷേപണ സമയത്തിലെ ഒരു 40% അല്ലെങ്കിൽ 50% വരെ ശബരിമലയ്ക്ക് നീക്കി വെച്ചിരുന്നതാണ്. ഇപ്പോൾ അത് ഒരു 10% പോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ മൊത്തം സമയം ആകെ ഒരു 10% രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലാതെ മാറ്റി വെക്കുന്നുള്ളൂ. വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും ഒറ്റ വരിയിൽ അങ്ങ് പോവുകയും ഇത് പൊടിപ്പും പൊങ്ങലും വെച്ച്, കാരണം ഏതെങ്കിലും ഒരു മാധ്യമം, എല്ലാ മാധ്യമങ്ങളുടെയും ജോലി എന്താ? ഒരു മാധ്യമ സ്ഥാപനത്തിൽ നോക്കിയാൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ്. അവര് പറഞ്ഞതിനെ ഒരു പടിയും കൂടെ കടത്തി വെട്ടിയില്ലെങ്കിൽ നമ്മൾ പിറകിലായി പോകുമല്ലോ. റേറ്റിംഗിൽ തന്നെ നോക്കൂ, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിച്ച മാർഗങ്ങൾ വരെ വെളിയിൽ വന്നില്ലേ? അത് കേസായില്ലേ? അപ്പോ ആ രീതിയിൽ ഇവിടെ ഈ വിഷയം വ്യതിചലിപ്പിക്കാനും അത്തരത്തിലൊക്കെയുള്ള വലിയ പരിപാടികൾ നടക്കുന്നുണ്ടെന്നുള്ളത് തർക്കമറ്റ കാര്യം. തീർച്ചയായിട്ടും അത്തരത്തിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കപടത കാണിച്ചത്. ഏകദേശം കോടികളാണ് മുടക്കിയിരിക്കുന്ന ഒരു ചാനൽ. അത്തരത്തിൽ ആ ചാനൽ മുതലാളി നടത്തിയ ആ ഒരു രീതി എന്ന് പറയപ്പെടുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ വ്യവസായം കൂട്ടാൻ വേണ്ടിയിട്ട്, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും ജീവൻ വെച്ച് പന്താടുന്നത് ശരിയാണോ? ഒരിക്കലുമില്ല. അവിടെ നമുക്കൊരു കാര്യം പറയാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാചകം പോലെ റേറ്റിംഗ് കൂട്ടാൻ ഇത്രയും കോടികൾ ചെലവാക്കിയ ആളിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബാക്കിയുള്ളവരെയും കുറ്റം പറയാൻ എന്താണ് ധാർമ്മികത? അപ്പോൾ അവരവരുടെ കാര്യം വരുമ്പോൾ ഈ ധാർമ്മികതയൊക്കെ അങ്ങ് മാറ്റിവെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയോ കുറ്റപ്പെടുത്താനോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തുന്ന പല മാധ്യമ സ്ഥാപനങ്ങളിലെയും വിഷയങ്ങൾ കേട്ട ഭാവം നടിക്കാത്തവരല്ലേ? അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തോടും ഉണ്ടായിരുന്ന ചില അനിഷ്ടം അതിന്റെ 10 ഇരട്ടിയായി ഇപ്പം ചാനലുകളോടുമുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കുടുംബസമേതം ഡോക്ടറെ കാണാൻ ഇരിക്കുമ്പോൾ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ പൊടിപ്പും പൊക്കലും വെച്ച് ഈ ഒരു ചാനലിലെ വാർത്ത ഇങ്ങനെ കാണിക്കുകയാണ്. ഒരു 100-100 പേര് പല പ്രായത്തിലുള്ളവരുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരാളും അതിലേക്ക് നോക്കുന്നില്ല. എല്ലാവരും അവരവരുടെ മൊബൈലിനകത്ത് അവരവരുടെ പണികൾ ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ ഒന്ന് തല ഉയർത്തി നോക്കും, പിന്നെയും മാറ്റും. താല്പര്യമില്ല. അതൊരു പൾസാണ്. അപ്പോ ഈ വ്യഗ്രത മുഴുവൻ ഇങ്ങനെ ആളുകളെ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ മറ്റ് വിഷയങ്ങൾ, പൊതുപ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കുന്നത്
നിരുത്സാഹപ്പെടുത്തേണ്ടുന്നതാണ്. ആ സ്ഥാപനങ്ങൾ സ്വയം തിരുത്തേണ്ടതും. ഇവിടെ ഇപ്പൊ നമുക്കറിയാലോ, ഈ അവസാന നിമിഷത്തിലേക്ക് എത്തപ്പെടുമ്പോൾ രാഹുൽ മാങ്കുളത്തിൽ വിഷയം കത്തിച്ചു നിൽക്കുകയും സ്വർണ്ണപ്പാളി വിഷയം ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇല്ലാതായി പോകേണ്ട ഒരു വിഷയമാണോ സത്യത്തിൽ സ്വർണ്ണപ്പാളി വിഷയം? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ മഹേശ്വർ മോഹൻ തന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഒരു അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല, പകരം ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അവർ നൽകുന്ന നിർദ്ദേശപ്രകാരം മാത്രമാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്ന മൊഴി വന്നിട്ടുണ്ട്. ആ മൊഴി അടക്കം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ തന്ത്രി കുടുംബത്തിനെയോ അല്ലെങ്കിൽ തന്ത്രിമാരെയോ കടന്ന് നമ്മൾ അവരെ ജയിലിൽ അടയ്ക്കാൻ കാണിക്കുന്ന ഈ വ്യഗ്രതയ്ക്കപ്പുറം സത്യത്തിൽ ഇതിലെ യഥാർത്ഥ സ്കൾപ്റ്റേഴ്സിലല്ലേ എത്തേണ്ടത്? ഇതിപ്പം യഥാർത്ഥ ആൾക്കാരിൽ എത്താതെ നിൽക്കുകയാണ്. അവിടെയാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവിടെ നമുക്കൊരു ചൊല്ല് വേണമെങ്കിൽ പറയാം, കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്ന് പറയുന്ന പോലെ മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ തന്ത്രിയെ പിടിക്കുക. ഈ തന്ത്രി എന്ത് ചെയ്തു എന്നാണ് എന്ന് മാത്രമല്ല, മന്ത്രിക്ക് ഒരു പക്ഷേ ദൈവവിശ്വാസം കാണില്ല, അദ്ദേഹത്തിന് പുനർജന്മത്തിലോ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നും വിശ്വാസം ഇല്ലാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പേടിക്കണ്ട. പക്ഷെ തന്ത്രിയുടെ സ്ഥിതി അതല്ലല്ലോ. ഈ ജന്മത്തിൽ തന്ത്രിയായി ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിക്ക് അടുത്ത ജന്മം ഇതിനേക്കാൾ നല്ല ഒരു ജന്മം കിട്ടണമെന്നല്ലേ ആഗ്രഹിക്കൂ. അദ്ദേഹം സ്വമേധയാ ഈ മാതിരി പണികൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ മുകളിൽ നിന്ന് ഉത്തരവ് വന്നാൽ അദ്ദേഹം ഏത് തന്ത്രി എന്ന് പറഞ്ഞാലും സ്വാഭാവികമായി ഒരു ദൈവ സൃഷ്ടിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഏത് പദവിയാണ് വഹിക്കുന്നതെങ്കിലും മനുഷ്യത്വപരമായ വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ചിലതൊക്കെ അങ്ങ് അനുസരിച്ച് പോകും. അത് തെറ്റാണെന്ന് തോന്നിയാലും എന്റെ സ്വന്തം നിലയിലല്ലല്ലോ, മറ്റേ ദേഹം പറഞ്ഞത് കൊണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു പക്ഷേ സമ്മതിച്ചിട്ടുണ്ടാകുമെന്നല്ലാതെ അവരെ ഒന്നും ഇതിനകത്ത് വെറുതെ നമ്മൾ കുറ്റക്കാരാക്കുന്നത് ഒരർത്ഥവുമില്ല. അത് യഥാർത്ഥ കുറ്റവാളി ഈ കുറ്റം മറ്റുള്ളവരിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയാണ്. അതിനെന്തായാലും അയ്യപ്പൻ അനുവദിക്കില്ല, കോടതി അനുവദിക്കില്ല, SITയും അനുവദിക്കില്ല, കേരളത്തിലെ ജനങ്ങളും അനുവദിക്കില്ല. തീർച്ചയായിട്ടും.